ഹായ് ഗായ്സ്, ദ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 12 നോമിനേഷൻസ് ആണ്. ഓരോ മത്സരാർത്ഥികളും ഓരോ മണിക്കൂറിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആര് പുറത്താകുമെന്ന് ഇതുവരെയ്ക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വോട്ടിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും വളരെ വലിയ മാറ്റങ്ങളും ആര് പുറത്താകുമെന്നും ഇതുവരെയ്ക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കടന്നു പോവുകയാണ്. ഏതായാലും ഉച്ചയ്ക്ക് 2 മണി വരെ വോട്ടിംഗ് പൊസിഷനിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ ആണ് തുടരുന്നത്. ജിൻഡോയ്ക്ക് മാത്രം യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. വോട്ടിങ്ങിൻ്റെ തുടർച്ചയിൽ തന്നെ 1-ാം പൊസിഷൻ പിടിച്ചടക്കിയിരിക്കുന്ന ജിൻഡോ ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 73,455 വോട്ട് നേടി 1-ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 2-ാം പൊസിഷനിൽ സിബിനാണുള്ളത്. സിബിനും നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 65,700 കൂറ്റാൻ വോട്ട് നേടി. നമ്മുടെ ജിൻഡോയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ പറ്റിയില്ലെങ്കിലും തൊട്ട് പിന്നാലെ തന്നെ സിബിൻ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ 2-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് സിബിൻ. 3-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായി വന്നിട്ടുള്ള ജാസ്മിൻ തന്നെയാണ് തുടരുന്നത്. ഇന്നലെ അട്ടിമറി മുന്നേറ്റം നടത്തി തേറി വന്നിട്ടുള്ള ജാസ്മിൻ പിന്നിലോട്ട് പോയിട്ടില്ല. ഇപ്പോൾ 64,230 വോട്ടാണ് ജാസ്മിന് നേടാൻ സാധിച്ചത്. പല പോളിലും ജാസ്മിന് നല്ല വോട്ട് വരുന്നുണ്ട്. പുറത്തുള്ള ഫോളോവേഴ്സിൻ്റെ വോട്ടാണ് ഇതെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 3-ാം പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട്. 4-ാം പൊസിഷനിൽ അഭിഷേക് തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ വളരെ മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ താരതമ്യേന കുറഞ്ഞൊരു വോട്ടാണ് അഭിഷേകിന് ലഭിക്കുന്നത്. ഇപ്പോൾ 64,108 വോട്ടോടെ 4-ാം പൊസിഷനാണുള്ളത്. 5-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി അർജുൻ കയറി വന്നിരിക്കുന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയത്. ആരും വിചാരിക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് കയറി വന്നിരിക്കുന്നത്. സായിനെ അട്ടിമറിച്ചുകൊണ്ട് 60,356 വോട്ട് നേടി 5-ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. 6-ാം പൊസിഷനിലേക്ക് സായി തള്ളപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് സായി 6-ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടത്. ഏത് നിമിഷം ഈ പൊസിഷന് മാറ്റമുണ്ടാവും. സായിയുടെ ഫാൻസ് അത് വോട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ സായിക്ക് വീണ്ടും അട്ടിമറി നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 7-ാം പൊസിഷനിൽ അപ്സരയാണ് തുടരുന്നത്. അപ്സരയ്ക്ക് താരതമ്യേന വലിയ ഒരു മുന്നേറ്റം നടത്താൻ പറ്റിയില്ലെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 47,600 വോട്ട് നേടി 7-ാമത്തെ പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് അപ്സര. 8-ാം പൊസിഷനിൽ അൻസിബയാണ് കയറി വന്നിരിക്കുന്നത്. അൻസിബ അട്ടിമറി മുന്നേറ്റം നടത്തി നോറയെ അട്ടിമറിച്ചുകൊണ്ടാണ് 8-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നോറയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത്. 41,250 വോട്ട് നേടി 8-ാം പൊസിഷനാണുള്ളത്. 9-ാം പൊസിഷനിൽ നോറയാണുള്ളത്. നോറയ്ക്ക് ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോൾ 41,005 വോട്ട് നേടി നോറ ഇപ്പോൾ 9-ാമത്തെ പൊസിഷനിൽ തന്നെയുണ്ട്. വരും മണിക്കൂറുകളിൽ ഈ പൊസിഷന് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10-ാം പൊസിഷനിൽ അഭിഷേക് ജയദേവാണ്. അഭിഷേകിന് ഇപ്പോൾ വോട്ടിംഗ് വളരെ രീതിയിൽ കുറയുന്നുണ്ട്. ഡേഞ്ചർ പൊസിഷനാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 40,989 വോട്ട് നേടി 10-ാം പൊസിഷനിലാണ് അഭിഷേക് ഉള്ളത്. ഏത് നിമിഷം മാറി മറിയുന്ന ഒരു പൊസിഷനാണിത്. 11-ാം പൊസിഷനിൽ റസ്മിനാണ്. ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് വരുന്ന റസ്മിൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ 35,897 വോട്ട് നേടി റസ്മിൻ 11-ാം പൊസിഷനിലേക്ക് നിലനിർത്തിയിരിക്കുകയാണ്. 12-ാം പൊസിഷനിൽ നന്ദനയാണുള്ളത്. നന്ദന പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ്. ഇപ്പോഴും വോട്ടിംഗ് വളരെ കുറവാണ്. ഇപ്പോൾ 34,200 വോട്ട് നേടി 12-ാം പൊസിഷനിലാണ്. വരും മണിക്കൂറുകളിൽ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക.